അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നത്തെ നമ്മളെ വീഡിയോ ഒരു ഡേ ഇൻ മൈ ലൈഫാണ്. ഇന്ന് വെള്ളിയാഴ്ചയാണ്. വെള്ളിയാഴ്ച ദിവസങ്ങളിൽ നമ്മൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളും സുന്നത്തുകളും ഒക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ളൊരു വീഡിയോ ആണിത്. അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണാം. തീർച്ചയായിട്ടും നിങ്ങൾക്ക് യൂസ്ഫുള്ളാവും. ഞാനിപ്പോൾ രാവിലെ 6 മണി മുതലുള്ള കാര്യങ്ങളാണ് വീഡിയോ എടുത്ത് വെച്ചിട്ടുള്ളത്. അതിൻ്റെ മുന്നുള്ളതൊന്നും വീഡിയോയിൽ എടുത്തിട്ടില്ല. ഇപ്പോൾ ഞാനും എൻ്റെ മോനും കൂടിയിട്ടിങ്ങനെ നടക്കാൻ ഇറങ്ങിയതാണ്. രാവിലെ ഈ ഒരു സമയത്ത് നടക്കാനൊരു പ്രത്യേക രസമാണ്. നല്ലൊരു ക്ലൈമറ്റൊക്കെയാണ്. ഇപ്പോൾ ഇവിടെ നല്ല ചൂടായിട്ടുണ്ട്. എന്നാലും ഈ ഒരു സമയത്ത് വലിയൊരു കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ഫ്രൈഡേയിൽ നമ്മൾ ചെയ്യേണ്ട കുറച്ച് സുന്നത്തുകളെ കുറിച്ചിട്ടാണ്. നമുക്കറിയാം, നമ്മൾ 7 ദിവസങ്ങളിൽ ഏറ്റവും പരിശുദ്ധമായൊരു ദിവസമാണ് വെള്ളിയാഴ്ച എന്ന് പറയുന്നത്. അപ്പോൾ ഈ പരിശുദ്ധമായ ദിവസത്തിൽ നമ്മൾ ചെയ്യേണ്ട കുറച്ച് സുന്നത്തുകളുണ്ട്. അതിനെക്കുറിച്ചിട്ട് പറയാം. അതിൽ ഒന്നാമത്തെ കാര്യം, നമ്മൾ നേരത്തെ എണീക്കുക എന്നുള്ളതാണ്. എണീറ്റ് കുളിച്ചിട്ട് നമ്മളെ കയ്യിൽ ഉള്ളതിൽ വെച്ച് ഏറ്റവും നല്ലൊരു ഡ്രസ്സ് ധരിക്കുക. എന്നിട്ട് നമ്മൾ തഹജ്ജുദ് നിസ്കരിക്കുക, സുബ്ഹ് നിസ്കരിക്കുക. പിന്നെ രണ്ടാമത്തെ ഒരു സുന്നത്താണ് സൂറത്തുൽ കഹ്ഫ് പാരായണം ചെയ്യുക എന്നുള്ളത്. ഈ സൂറത്ത് നമ്മൾ ഓതേണ്ട സമയം എന്ന് പറയുന്നത് വ്യാഴാഴ്ച മഗ്‌രിബിൻ്റെ ശേഷം ഉണ്ടല്ലോ, ആ ഒരു സമയം മുതൽ വെള്ളിയാഴ്ച ജുമയുടെ മുൻപ് വരെയുള്ള സമയത്തിൻ്റെ ഉള്ളിലാണ് നമ്മൾ ഈ സൂറത്ത് ഓതേണ്ടത്. ഞാൻ വെള്ളിയാഴ്ച സുബ്ഹ് നിസ്കാരം കഴിഞ്ഞതിന് ശേഷമാണ് സൂറത്തുൽ കഹ്ഫ് ഓതാറുള്ളത്. ഇനി മൂന്നാമത്തെ ഒരു സുന്നത്താണ് നഖം മുറിക്കുക എന്നുള്ളത്. നഖം മുറിക്കുന്നതിനൊരു പ്രത്യേക ഓർഡറൊക്കെ ഉണ്ട്. ആ ഓർഡറിൽ കട്ട് ചെയ്താലാണ് നമുക്കതിനുള്ള സുന്നത്തിൻ്റെ ഫലം ലഭിക്കുള്ളൂ. നഖം മുറിക്കാൻ ഏറ്റവും നല്ല സമയം എന്ന് പറയുന്നത് സ്ത്രീകൾക്ക് വ്യാഴാഴ്ച അസ്ർ നിസ്കാരത്തിൻ്റെ ശേഷമാണ്. അതല്ലെങ്കിൽ വെള്ളിയാഴ്ച ജുമയുടെ മുന്നേ. ഈ സമയത്തിൻ്റെ ഉള്ളിൽ ചെയ്താലാണ് നമുക്ക് സുന്നത്തിൻ്റെ കൂലി ലഭിക്കുള്ളൂ. നാലാമത്തെ ഒരു സുന്നത്ത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വേണ്ടിയിട്ട് പറ്റുന്നത്ര സ്വലാത്തുകൾ നമ്മൾ വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ്. എല്ലാ ദിവസവും നമ്മൾ മുടങ്ങാതെ സ്വലാത്തുകൾ ചൊല്ലണം. എന്നാലും വെള്ളിയാഴ്ച ദിവസം നമ്മൾ മറ്റുള്ള ദിവസങ്ങളിലേക്കാളും കൂടുതൽ സ്വലാത്തുകൾ ചൊല്ലാൻ വേണ്ടിയിട്ട് സമയം കണ്ടെത്തുക. നമ്മൾ എന്ത് ജോലി ചെയ്യുകയാണെങ്കിലും അതിൻ്റെ ഇടയിലൊക്കെ നമുക്ക് സ്വലാത്തുകൾ ചൊല്ലാൻ പറ്റും. അതിനൊക്കെ പ്രത്യേകം കൂലിയുണ്ട്. ഇനി അഞ്ചാമത്തെ സുന്നത്ത്, പുരുഷന്മാരാണെങ്കിൽ ജുമുഅക്ക് വേണ്ടിയിട്ട് പള്ളിയിൽ പോകുക എന്നുള്ളതാണ്. സ്ത്രീകൾക്കത് നിർബന്ധമില്ല, എന്നാലും പള്ളിയിൽ പോകുന്ന സ്ത്രീകളുണ്ട്. ആറാമത്തെ സുന്നത്ത്, വെള്ളിയാഴ്ച ഒരു സമയമുണ്ട് നമ്മളെ ദുആക്ക് ഇജാബത്ത് കിട്ടുന്നൊരു സമയം. ആ ഒരു സമയം എന്ന് പറയുന്നത് വെള്ളിയാഴ്ച അസ്ർ നിസ്കാരത്തിൻ്റെ ശേഷം മുതൽ മഗ്‌രിബ് ബാങ്ക് കൊടുക്കുന്നതിൻ്റെ ഉള്ളിലുള്ള സമയമാണ്. ആ ഒരു സമയത്ത് നമ്മളെ കൊണ്ട് പറ്റുന്ന പോലെ ഇസ്തിഗ്ഫാർ ചൊല്ലുക. എന്നിട്ട് അള്ളാഹുവിനോട് നമ്മളെ ആഗ്രഹങ്ങളും നമുക്ക് നേടിയെടുക്കേണ്ട കാര്യങ്ങളും ഒക്കെ പറഞ്ഞുകൊണ്ട് ദുആ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മളെ ദുആക്ക് പ്രത്യേകം ഇജാബത്ത് ഉണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ വെള്ളിയാഴ്ച ദിവസങ്ങളിൽ ചെയ്യേണ്ട സുന്നത്തുകൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെയ്തിരുന്ന സുന്നത്തുകളാണ്. അത് നമ്മളും ജീവിതത്തിൽ പകർത്തുക. ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഞാനൊരു പുഡിങ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നതാണ്. ഇവിടെ കുറേ നാളായി ഒരു കസ്റ്റേർഡ് പൗഡർ ഇരിക്കുന്നു. അതിനിപ്പോൾ ഡേറ്റ് തീർന്ന് പോകണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാനൊരു പുഡിങ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഇന്ന് ഫ്രൈഡേ ആയതുകൊണ്ട് തന്നെ ബിരിയാണിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിൻ്റെ കൂടെ ഒരു പുഡിങ്ങും കൂടി ആയാൽ അടിപൊളിയായിരിക്കുമല്ലോ. ഇനി ഇത് കുറച്ച് നേരം ഫ്രിഡ്ജിൽ വെച്ചിട്ടൊന്ന് തണുപ്പിക്കണം. ഇപ്പോൾ ഇവിടെ ഭയങ്കര ചൂടാണ് കേട്ടോ. തീരെ നമുക്ക് കിച്ചണിലൊന്നും അങ്ങനെ കുറേ നേരമൊന്നും നിൽക്കാൻ തോന്നുകയില്ല, അത്രക്കും ചൂടാണ്. അപ്പോൾ ഇതുപോലെ ഇടയ്ക്ക് ഇങ്ങനെ വാട്ടർ മെലൺ കട്ട് ചെയ്തിട്ടും അല്ലെങ്കിൽ ഇതുപോലെ ഒരു ഡ്രിങ്ക് ഉണ്ടാക്കിയിട്ടൊക്കെ കുടിക്കുമ്പോഴാണ് ഒരു ആശ്വാസം. പ്രത്യേകിച്ച് ഞങ്ങൾ ഏറ്റവും മുകളിലുള്ള ഫ്ലോറിലാണ് താമസിക്കുന്നത്. 6th ഫ്ലോറിലാണ്. അതുകൊണ്ട് തന്നെ ഭയങ്കര ചൂടാണ്. ഏറ്റവും കൂടുതൽ ചൂട് കിട്ടുന്നത് ഞങ്ങൾക്കായിരിക്കും. ഞങ്ങൾ മാത്രമല്ല, ഈ ഫ്ലോറിൽ തന്നെ വേറെയും 3 റൂമുകളുണ്ട്. അവർക്കും എല്ലാവർക്കും ഭയങ്കര ചൂട് തന്നെയാണ്. അപ്പോൾ ഞാൻ പുഡിങ്ങിൻ്റെ പരിപാടി കഴിഞ്ഞിട്ട് പിന്നെ ഇതുപോലെ കുറച്ച് വെജിറ്റബിൾസൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കാനുണ്ടായിരുന്നു. എൻ്റെ കറിവേപ്പിലയുടെ കോലം കണ്ടാൽ നിങ്ങൾ ഞെട്ടും. ഞാൻ എല്ലാ ദിവസവും കറിവേപ്പില ഹസ്ബൻഡ് വാങ്ങിക്കൊടുത്തിട്ടുണ്ടെങ്കിൽ വേഗം തന്നെ അത് ഇതിൽ നിന്ന് ഇലകൾ മാത്രമായിട്ട് എടുത്തിട്ട് അങ്ങനെ സ്റ്റോർ ചെയ്ത് വെക്കലാണ്. പക്ഷേ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് എനിക്ക് ഭയങ്കര തിരക്കാണ്, ഒന്നിനൊരു ടൈമുമില്ല. അതുകൊണ്ട് ഇത് കണ്ടില്ലേ, വാടി പോയിട്ടുണ്ട്.
പിന്നെ നമ്മളൊരു ഓൺലൈൻ സ്റ്റോർ സ്റ്റാർട്ട് ചെയ്തത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഷോർട്സിൽ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു, അതേപോലെ തന്നെ കമ്മ്യൂണിറ്റി പോസ്റ്റിലും ഇട്ടിട്ടുണ്ടായിരുന്നു. വീഡിയോ ആയിട്ട് ചെയ്യാൻ എനിക്ക് ടൈം കിട്ടാത്തതുകൊണ്ടായിരുന്നു. അപ്പോൾ ഷോർട്സ് ഒന്നും കാണാത്തവരുണ്ടെങ്കിൽ ഞാൻ ഈ വീഡിയോയിൽ പറയുകയാണ്, അൽഹംദുലില്ലാ നമ്മളൊരു ഓൺലൈൻ സ്റ്റോർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതിൽ മെയിനായിട്ടും നമ്മൾ മാക്സി ഡ്രസ്സ്, അബായ, അതുപോലെ കഫ്താൻ അങ്ങനെയുള്ള ഐറ്റംസൊക്കെയാണ് സെയിൽ ചെയ്യുന്നത്. എല്ലാം ഇമ്പോർട്ടഡ് ആയിട്ടുള്ള മെറ്റീരിയൽസാണ്. അതായത് ചൈന, തുർക്കി, ദുബായ് അങ്ങനെയുള്ള സ്ഥലത്തു നിന്നൊക്കെ ഇമ്പോർട്ട് ചെയ്യുന്ന ഡ്രസ്സുകളാണ് നമ്മൾ സെയിൽ ചെയ്യുന്നത്. എല്ലാം നല്ല ഹൈ ക്വാളിറ്റിയിലുള്ള ഡ്രസ്സുകളാണ്. നിങ്ങൾക്ക് ഞാനിടുന്ന ഷോർട്സിൽ നിന്നൊക്കെ ഏതെങ്കിലും ഡ്രസ്സ് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ദീൻ മോഡസ്റ്റി എന്നാണ് നമ്മളെ ഇൻസ്റ്റാ പേജിൻ്റെ പേര്. അപ്പോൾ നിങ്ങളതിൽ മെസ്സേജ് ചെയ്താൽ മതി. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇൻസ്റ്റ ഇല്ലെങ്കിൽ ഞാൻ എൻ്റെ ഫോൺ നമ്പർ തരാം, കമ്മ്യൂണിറ്റിയിലിടാം. അപ്പോൾ അതിൽ മെസ്സേജ് ചെയ്താലും മതി. പിന്നെ ഞാൻ ഇൻസ്റ്റയിലും വാട്സപ്പിലൊക്കെ ഫോട്ടോസ് ഷെയർ ചെയ്തപ്പോൾ കുറച്ച് ആളുകളൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഇത് ഒമാനിൽ മാത്രമാണോ ഡെലിവറിന്ന്. ഒമാനിൽ മാത്രമല്ല, ഇന്ത്യയിലും ഉണ്ട്. ഒമാനിലും ഇന്ത്യയിലും മാത്രമാണ് നമ്മളിപ്പോൾ ഡെലിവറി ചെയ്യുന്നത്. ഇന്ത്യയിൽ എല്ലായിടത്തും ഉണ്ട്. പക്ഷേ ഇപ്പോൾ ഞാൻ വളരെ കുറച്ച് ക്വാണ്ടിറ്റിയിൽ മാത്രമേ ഡ്രസ്സ് ഇറക്കിയിട്ടുള്ളൂ. ഇനി ഇൻഷാ അല്ലാ നമുക്ക് ഓർഡറിനനുസരിച്ചിട്ട് ഇറക്കാമെന്ന് വിചാരിച്ചു. ആദ്യം തന്നെ നമ്മളിങ്ങനെ കുറേ ഡ്രസ്സൊക്കെ ഇറക്കിയിട്ട് അത് സെയിലാവോ ഇല്ലയെന്നൊന്നും നമുക്കറിയില്ലല്ലോ. സെയിലായിട്ടില്ലെങ്കിൽ എനിക്ക് കുറേ നഷ്ടങ്ങൾ വരും. അപ്പോൾ പിന്നെ അതുകൊണ്ട് ഞാൻ വളരെ കുറച്ച് ക്വാണ്ടിറ്റിയിൽ മാത്രമാണ് ഇപ്പോൾ ഇറക്കിയിട്ടുള്ളൂ. ഇനി നിങ്ങളെ സപ്പോർട്ടൊക്കെ ഉണ്ടെങ്കിൽ എനിക്ക് കൂടുതൽ ക്വാണ്ടിറ്റിയിൽ ഇറക്കാൻ പറ്റും ഇൻഷാ അല്ലാ. അപ്പോൾ നിങ്ങളെ സപ്പോർട്ട് ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അതേപോലെ തന്നെ നിങ്ങളെ പ്രാർത്ഥനയിലും ഉൾപ്പെടുത്താൻ മറക്കരുത്. പിന്നെ നിങ്ങൾക്ക് എങ്ങനെയൊക്കെയുള്ള ഡ്രസ്സുകളാണ് ഇഷ്ടമുള്ളത് എന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്യുമോ. അപ്പോൾ അങ്ങനെയുള്ള ഡ്രസ്സുകൾ എനിക്ക് ഇറക്കാൻ വേണ്ടിയിട്ടായിരുന്നു. ഞാനിപ്പോൾ അബായ, കഫ്താൻ, മാക്സി ഡ്രസ്സ് അങ്ങനെയുള്ള കുറച്ച് ഡ്രസ്സ് മാത്രമേ ഇറക്കിയിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉള്ളത് എങ്ങനത്തേതാണെന്നൊന്ന് പറഞ്ഞാൽ എനിക്കൊരു ഏകദേശം ഒരു ഐഡിയ കിട്ടുമായിരുന്നു. അപ്പോൾ മറക്കാതെ തന്നെ ഒന്ന് കമൻറ്റ് ചെയ്യണേ. പിന്നെ നമ്മൾ ഓൺലൈൻ സ്റ്റോറിലുള്ള കുറച്ച് ഡ്രസ്സുകൾ ഞാൻ ഈ വീഡിയോയുടെ ലാസ്റ്റ് കാണിക്കുന്നുണ്ട്. ഇനി നമുക്കിപ്പോൾ വീഡിയോയിലേക്ക് തിരിച്ചു വരാം. ഞാനിപ്പോൾ നേരത്തെ പറഞ്ഞല്ലോ ചിക്കൻ ബിരിയാണിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ കുക്കർ ബിരിയാണിയാണ് ഉണ്ടാക്കുന്നത്. ഈ ഒരു ബിരിയാണിയുടെ റെസിപ്പി ഞാൻ മുന്നേ ഷെയർ ചെയ്തിട്ടുണ്ട്. അതിലെനിക്ക് സന്തോഷമായിട്ടുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ അതിൽ ഒരാൾ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, അതിൽ പറഞ്ഞ ആ സെയിം റെസിപ്പി ഫോളോ ചെയ്തിട്ട് നല്ല അടിപൊളി ബിരിയാണി ഉണ്ടാക്കാൻ പറ്റി എന്നൊക്കെ പറഞ്ഞിട്ട്. അത് കണ്ടപ്പോൾ ശരിക്കും നല്ലൊരു സന്തോഷം തോന്നി. അങ്ങനത്തെ ഞാൻ ബിരിയാണിക്കുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ കുക്കർ ബിരിയാണി വെക്കുമ്പോൾ ഒരു ഉപകാരമുണ്ട്, പെട്ടെന്ന് തന്നെ നമ്മൾ ജോലികളൊക്കെ ചെയ്ത് തീരും. കുറേ നേരമൊന്നും ഇങ്ങനെ കിച്ചണിൽ നിൽക്കേണ്ട ആവശ്യമില്ല. പിന്നെന്താ പറയാനുള്ളതെന്ന് വെച്ചാൽ ഇനി മുതൽ നമ്മൾ വീഡിയോയിൽ ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, നമ്മൾ ഓരോ ദിവസം ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ടല്ലോ, ഇബാദത്തുകളുടെ കാര്യമാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ആ ഒരു ഇബാദത്തുകൾ, ഇപ്പോൾ നിസ്കാരത്തിൻ്റെ കാര്യം തന്നെ എടുക്കുകയാണെങ്കിൽ നമുക്കെല്ലാവർക്കും നിസ്കരിക്കാൻ ഇടയ്ക്കൊക്കെ ഒരു മടിയൊക്കെ വരും ഇല്ലേ. അപ്പോൾ അങ്ങനെ മടിയൊന്നും ഇല്ലാതെ കറക്റ്റായിട്ട് നിസ്കരിക്കാനും നമ്മൾ നിസ്കാരം ഉപേക്ഷിച്ചാൽ നമുക്ക് കിട്ടുന്ന ശിക്ഷകൾ എന്തൊക്കെയെന്നും നിസ്കരിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്ന നേട്ടങ്ങൾ എന്തൊക്കെയെന്നും അങ്ങനെ എല്ലാം ഉൾപ്പെടുത്തിയിട്ട് നമ്മൾ മുന്നൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. 30 ദിവസം 18 കാര്യങ്ങൾ നമ്മൾ ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ജീവിതം തന്നെ മാറി മറിയും എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അതിൽ പറഞ്ഞ ആ കാര്യങ്ങളൊക്കെ നമ്മൾ ഓരോ ദിവസം ഡീറ്റെയിൽഡ് ആയിട്ട് അതിനെക്കുറിച്ചിട്ട് പറയാമെന്നാണ് ഉദ്ദേശിക്കുന്നത്. അതായത് ഒരു ഗൈഡ് പോലെ നിങ്ങൾക്ക് എല്ലാ ദിവസം ഓരോ കാര്യങ്ങൾ ചെയ്യേണ്ടതിനെ കുറിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു തരാമെന്നാണ് വിചാരിക്കുന്നത്. ഇതിൽ നമ്മൾ നിസ്കാരത്തെക്കുറിച്ച്, അതുപോലെ ഖുർആൻ ഓതുന്നതിനെക്കുറിച്ച്, പിന്നെ എന്താ പറയുക, തഹജ്ജുദ് നിസ്കാരം, ളുഹാ നിസ്കാരം, പിന്നെ നമുക്ക് നിസ്കാരമൊക്കെ ഖളാ വീട്ടാനുണ്ടെങ്കിൽ ആ കാര്യങ്ങൾ, പിന്നെ നമ്മളെ മോർണിംഗ് അദ്കാർ, ഈവനിങ് അദ്കാർ, അതൊക്കെ ചൊല്ലിയാൽ നമുക്ക് കിട്ടുന്ന ഗുണങ്ങൾ എന്തൊക്കെയെന്ന് അങ്ങനെ എല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ളൊരു വീഡിയോസാണ് ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. എല്ലാം ഓരോ ദിവസങ്ങളിലായിട്ടായിരിക്കും ചെയ്യുക. അപ്പോൾ ഡെയിലി വീഡിയോ ഇടാനൊന്നും പറ്റുമെന്ന് തോന്നുന്നില്ല. അപ്പോൾ ഞാൻ ഒരാഴ്ചയിൽ 2-3 വീഡിയോസായിട്ട് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത് ഇൻഷാ അല്ലാ. ആദ്യം ഞാനിത് റമളാനിന് സ്റ്റാർട്ട് ചെയ്യാമെന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ റമളാനിന് നമ്മൾ മോട്ടിവേഷൻ തന്നാലും ഇല്ലെങ്കിലും റമളാൻ മാസമാണല്ലോ എന്ന് വിചാരിച്ചിട്ട് എത്ര മടിയുള്ള ആളുകളാണെങ്കിലും ഇബാദത്തുകളൊക്കെ ചെയ്യുന്നുണ്ടാവും. ഇനിയിപ്പോൾ നമുക്ക് ഇടയിലൊക്കെ മടി തോന്നിയാലും റമളാനല്ലേ എന്ന് മനസ്സിലൊരു ചിന്ത വന്നിട്ട് നമ്മൾ വീണ്ടും ഇബാദത്തുകൾ ചെയ്യാൻ തുടങ്ങും.
അപ്പോൾ അതുകൊണ്ട് ആ ഒരു സമയത്ത് ഇങ്ങനൊരു മോട്ടിവേഷൻ തന്നില്ലെങ്കിലും കുഴപ്പമില്ല എന്നുള്ളത് എനിക്കറിയാം. ഇപ്പോൾ എന്ന് വെച്ചാൽ നമ്മൾ റമദാനൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പോൾ നമ്മളെ മനസ്സിൽ ചെറിയൊരു മടിയൊക്കെ വരും നിസ്കരിക്കാനും അതുപോലെ ഖുർആൻ ഓതാനും ഒക്കെ. ആ ഒരു റമദാനിൽ നമ്മൾ ഫോളോ ചെയ്തിരുന്ന കാര്യങ്ങളൊക്കെ റമദാൻ കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാൻ ചെറിയൊരു മടി വരും. അപ്പോൾ ഇപ്പോഴാണ് നമുക്ക് ആ ഒരു മോട്ടിവേഷൻ്റെ ആവശ്യം വരുന്നത്. ഇങ്ങനെ മടി വരും എന്ന് പറയുന്നത് ഞാൻ എല്ലാവരുടെ കാര്യമല്ല കേട്ടോ പറഞ്ഞത്. കുറേ ആളുകളൊക്കെ ഇപ്പോഴും ആ ഒരു റമദാനിൽ അതേപോലെ തന്നെ ഇബാദത്തുകളൊക്കെ ചെയ്യുന്നുണ്ടാവും. പക്ഷേ ചില ആളുകൾക്കെങ്കിലും ഇപ്പോൾ ഈ പറയുന്ന എനിക്ക് പോലും ഇടയ്ക്ക് ഒരു മടിയൊക്കെ വരാറുണ്ട്. അപ്പോൾ ഞാൻ എന്നെ ഒന്ന് മോട്ടിവേറ്റ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ നിങ്ങൾക്കും കൂടിയിട്ട് ഒരു യൂസ്ഫുൾ ആവുന്ന വീഡിയോ ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഞാൻ നിങ്ങൾക്കൊരു ഉറപ്പ് തരികയാണ്, ഈ പറയുന്ന വീഡിയോസ് നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ പകർത്തുകയാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ നല്ല മാറ്റങ്ങൾ വരുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് പ്രധാനമായിട്ടും പറയാനുണ്ടായിരുന്ന കാര്യങ്ങൾ. അങ്ങനത്തെ ബിരിയാണിയൊക്കെ റെഡി ആയിട്ടുണ്ട്. പിന്നെ ഇത് നമ്മൾ നേരത്തെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു പുഡിംഗ് ഉണ്ടല്ലോ, അതാണ് കേട്ടോ. അതിലേക്ക് ഞാൻ കുറച്ച് ഫ്രൂട്ട്സൊക്കെ കട്ട് ചെയ്തിട്ട് ഇതുപോലെ റെഡിയാക്കി എടുക്കുന്നുണ്ട്. ഞാൻ ആദ്യം വിചാരിച്ചത് പുഡിങ് റെഡിയാക്കാമെന്നായിരുന്നു. പിന്നെ എനിക്ക് തോന്നി ഇതൊരു ഫ്രൂട്ട് സാലഡാക്കി മാറ്റാമെന്ന്. അങ്ങനെ ചെയ്തതാണിത്. അങ്ങനെ എൻ്റെ ഹസ്ബൻഡ് ജുമാക്കൊക്കെ പോയി വന്നു. ഇനി ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോവുകയാണ്. മാഷാഅല്ലാഹ് നല്ല ടേസ്റ്റുള്ള ബിരിയാണി ആയിരുന്നു. ഇതിൻ്റെ റെസിപ്പി നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഞാനിതിൻ്റെ വീഡിയോ മുന്നേ ഷെയർ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. എന്തായാലും ഒരിക്കലെങ്കിലും നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ ഓൺലൈൻ സ്റ്റോറിലുള്ള കുറച്ച് ഡ്രസ്സുകൾ കാണിക്കാമെന്നുള്ളത്. അപ്പോൾ ഇതൊരു അബായയാണ്. ഇതിൻ്റെ വീഡിയോ ഞാൻ ഷോർട്സിൽ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ അവർക്ക് കാണാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ വീഡിയോ ആയിട്ട് ചെയ്യുന്നത്. നല്ല ഹൈ ക്വാളിറ്റിയിലുള്ളൊരു അബായയാണ്. 56 ആണ് അതിൻ്റെ സൈസ് വരുന്നത്. ഇത് കുറച്ച് സ്റ്റോൺ വർക്കുള്ളൊരു അബായയാണ്. ഇത് നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ. ഇങ്ങനെ വീഡിയോയിൽ കാണുന്നതിനേക്കാളും ഭംഗി നേരിട്ട് കാണുമ്പോഴാണ്. ഇതിൻ്റെ സൈസ് വരുന്നത് 56 ആൻഡ് 60 ആണ്. അപ്പോൾ ഈ അബായകൾ ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ മെസ്സേജ് ചെയ്യുക. ഇനി ഇത് കുറച്ച് ഷോർട്ടായിട്ടുള്ള ടോപ്സാണ് കാണിക്കുന്നത്. ഇത് നമുക്ക് സ്കേർട്ടിൻ്റെ കൂടെയൊക്കെ വെയർ ചെയ്യാൻ പറ്റിയ നല്ലൊരു ടോപ്പാണ്. ഇനി ഇത് ഓരോന്നായിട്ടും നിവർത്തിയിട്ട് കാണിക്കാം. എനിക്ക് ബ്ലാക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു കളറാണ് ബ്ലാക്ക്. പക്ഷേ ഞാനിതിങ്ങനെ സ്കേർട്ടും ഒന്നും യൂസ് ചെയ്യലില്ല. അപ്പോൾ പിന്നെ എനിക്കിത് എടുത്തിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെയുള്ള ഡ്രസ്സൊക്കെ നിങ്ങൾ യൂസ് ചെയ്യാറുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഡ്രസ്സ് ഇഷ്ടമായെങ്കിൽ മെസ്സേജ് ചെയ്യുക. ഇതിൻ്റെ സൈസ് ലാർജ് ആൻഡ് XL ആണ് വരുന്നത്. ഇതിൻ്റെ മെറ്റീരിയൽ ഇമ്പോർട്ടഡ് ചൈന മെറ്റീരിയലാണ്. ഒരു ഷിഫോണൊക്കെ പോലെയുള്ളൊരു മെറ്റീരിയൽ. ഇതിന് ലൈനിങ് ഇല്ല. അതുകൊണ്ട് തന്നെ നമ്മളൊരു ഇന്നറൊക്കെ യൂസ് ചെയ്യേണ്ടി വരും. പിന്നെ അധികം റേറ്റും ഇല്ല. ആവശ്യമുള്ളവർ മെസ്സേജ് ചെയ്യുക. അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ ഇത്രയും ഡ്രസ്സാണ് കാണിക്കുന്നത്. കുറേ കാണിച്ചാൽ നിങ്ങൾക്ക് ചിലപ്പോൾ ബോറടിയാവും. അതുകൊണ്ടാണ്. അപ്പോൾ ഓരോ ഡ്രസ്സും ഞാനിങ്ങനെ ഷോർട്സിൽ അപ്ലോഡ് ചെയ്യാം. ഇത് വേറൊരു മോഡൽ ടോപ്പാണ്. ഇതിൻ്റെ സ്ലീവും അതുപോലെ തന്നെ ഇങ്ങനെ മൊത്തത്തിലൊരു ചേഞ്ച് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായ ഡ്രസ്സ് ഏതാണോ അതൊന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ട് നമ്മളെ ദീൻ മോഡസ്റ്റി എന്നാണ് ഇൻസ്റ്റാ പേജിൻ്റെ പേര്, അതിലേക്ക് മെസ്സേജ് ചെയ്താൽ മതി. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഞാനിനി അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം.